ഇപ്പോൾ തുർക്കിക്കെതിരെ നമ്മൾ പണിയെടുത്തു വന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നമ്മളിപ്പോൾ അവിടെ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി അങ്ങ് നിർത്തി. പൂനെയിലെ മാർക്കറ്റിൽ തന്നെ 1000-1200 കോടിയുടെ ആപ്പിളാണ് ഒരു വർഷം തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അതിൻ്റെ വ്യാപാരം അത് നിർത്തി. ഇന്ത്യക്കാർ പോയി സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം അവിടെയായിരുന്നു. ഒപ്പം ടൂറിസത്തിന് പോകുന്ന സ്ഥലമാണ്. ഇത് രണ്ടും നമ്മളങ്ങ് നിർത്തി. നമ്മളിനി അങ്ങോട്ട് പോകുന്നില്ല. വിമാനത്താവളങ്ങളിലെ ഹാൻഡ്ലിംഗ് ജോലികൾ കൈകാര്യം ചെയ്ത തുർക്കി കമ്പനിക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ബേക്കറി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തുർക്കിയിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഫ്ലേവേഴ്സ് ഇതെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ബോയ്ക്കോട്ട് തുർക്കി, ബോയ്ക്കോട്ട് അസർബൈജാൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വ്യാപകമായി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. മുമ്പ് മാലദ്വീപിന് നേരെ ഇതുപോലെ ഒരു നിസ്സഹകരണം നമ്മൾ പുലർത്തിയിരുന്നു. ഒടുവിൽ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന മാലദ്വീപിൻ്റെ ഭരണത്തലവൻ ഇന്ത്യയിൽ വന്ന് കാത്ത് വിടന്ന് നമ്മുടെ കാല് പിടിച്ചു. ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം പരാമർശം നടത്തിയ 2 മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. എന്ന് പറയുന്ന പോലെ തുർക്കിക്കും അടുത്ത പണി കൊടുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ 8ന്റെ പണിയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.